ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പറയുമ്പോൾ പിതാവിന് ഏറ്റവും ആദ്യം, അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പറയുമ്പോൾ പിതാവിന് ഏറ്റവും ടച്ച് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? എനിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വളരെ ഇഷ്ടമായിരുന്നു. ഡോമസ് സാന്ത മാർത്തയിലെ 8 ദിവസത്തിൽ കൂടുതൽ ഞാൻ പിതാവ് താമസിച്ചിരുന്ന ആ ഹൗസില് നേരെ താഴെ താമസിക്കുകയായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും തമ്മിൽ കണ്ടിട്ടുള്ള ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോ അദ്ദേഹത്തിന്റെ വേർപാടിൽ എനിക്കുള്ള പ്രയാസം, ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം സംഭവിക്കാത്തതിലുള്ള ഒരു നിരാശയുണ്ട്. കാരണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, ഈ ജൂബിലി വർഷം പൂർത്തിയാക്കാനായിട്ടുള്ള ആയുസ് അദ്ദേഹത്തിന് നൽകണമേ എന്നതായിരുന്നു. അത് നടക്കാത്തതിൽ എനിക്ക് വല്ലാത്തൊരു പ്രയാസമുണ്ട്. പിന്നെ പിതാവ് സർവർക്കും സ്വീകാര്യനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥ ഞാൻ ഹോപ്പ് പുറത്തുവിട്ട അന്ന് തന്നെ എൻ്റെ കയ്യിൽ ആ കോപ്പി ഉണ്ടായിരുന്നു. ഞാനത് വായിച്ചു നോക്കി. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അതിലെ കാര്യങ്ങൾ എഴുതുന്നത്. ഒരു പ്രത്യേക കാര്യം ഞാൻ അതിനകത്ത് നോട്ട് ചെയ്തത് മാത്രം, ഞാൻ വേറെ പലരോടും സംസാരിക്കേണ്ടതുണ്ട്, അവിടെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം. അദ്ദേഹം എഴുതുകയാണ്, ദ ചർച്ച് ഈസ് ഫെമിനിൻ. അത് പെട്ടെന്ന് നമുക്കത് അത്ഭുതകരമായിട്ട് തോന്നും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അങ്ങനെ പറയുന്നതിന്റെ കാരണം, സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഇപ്പൊ ധൈര്യമായിട്ട് അദ്ദേഹത്തിന് പറയാം, ചർച്ച് ഈസ് ഫെമിനിൻ. നമ്മുടെയൊക്കെ വിചാരം സഭ മാസ്കുലിൻ ആണ് എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പരിശ്രമം എന്തായിരുന്നു എന്ന് ചോദിച്ചാല് ഡീമാസ്കുലിനൈസേഷൻ, അതായത് അപ്പോ പൂർണ്ണമായ അവകാശാധികാരം സഭയിൽ ജ്ഞാനസ്നാനം വഴി കൈവന്നിട്ടുള്ളവരാണ് സ്ത്രീകളും. അദ്ദേഹം ആ തുല്യത സമൂഹത്തിലേക്ക്, സഭയുടെ ഭരണപരമായ സംവിധാനങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് കാര്യമായിട്ട് പരിശ്രമിച്ചു. അതുകൊണ്ട് പലർക്കും അദ്ദേഹത്തിന്റെ ആ രീതികൾ മനസ്സിലായില്ല. പക്ഷേ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? വിശ്വാസവിരുദ്ധമായ ഒരു കാര്യവും അദ്ദേഹം ചെയ്തില്ല. വിശ്വാസം ഒരു വൈഡ് ആംഗിൾ ലെൻസ് വെച്ചും കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ എല്ലാവരിലേക്കും, എല്ലാത്തരം മനുഷ്യരിലേക്കും തിരിഞ്ഞു, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ്. അത് അപാരമായ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകമായിട്ട് ഇപ്പോ ഒരു യുദ്ധസമാനമായ സാഹചര്യം ലോകത്തില് നിലനിൽക്കുന്ന അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് സഭയ്ക്ക് എന്നതിനേക്കാൾ കൂടുതലായിട്ട് വിശാല ലോകത്തിനാണ് അതൊരു വലിയ നഷ്ടമായിട്ട് തീർന്നിരിക്കുന്നത്. അപ്പോ നമുക്കറിയണം, തെക്കേ അമേരിക്കയിലെ ഇപ്പൊ മനുഷ്യർക്ക് അമ്മയോടുള്ള പ്രത്യേക താല്പര്യം, അപ്പനോടൊന്നതിനേക്കാൾ കൂടുതലായിട്ട് അമ്മയോടാണ് അവരുടെ അടുപ്പം. മരിയ മജോരയില് അദ്ദേഹം അവിടെ എവിടെ പോകുമ്പോഴും അവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അവിടെ ഇപ്പോൾ വിലയം പ്രാപിക്കുകയാണ്. മരിയ മജോരെ എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ 5 വർഷവും ഞാൻ ആ സ്റ്റോപ്പിൽ വന്നാണ് ഇറങ്ങിയിരുന്നത്. അതിന് നേരെതിരെ ലൂക്കായുടെ പടമൊക്കെ ഇരിക്കുന്ന, നിത്യസായ മാതാവിന്റെ പടമൊക്കെ ഇരിക്കുന്ന ആ സ്ഥലത്താണ് ഞാൻ പഠിച്ചത്. അപ്പോ ഈ സ്ഥലത്ത് അദ്ദേഹം വന്നിട്ട് എല്ലാം മാതാവിന് സമർപ്പിച്ച് തുടരാനും അവസാനിപ്പിക്കാനും അദ്ദേഹം കാണിച്ച ആ ഒരു രീതി, ലളിതമായ ഒരു രീതി, എല്ലാം മാറ്റിമറിക്കുന്ന രീതിയിൽ അദ്ദേഹം, നമുക്കറിയാമല്ലോ, അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 3 തരത്തിലുള്ള വലിപ്പത്തിലുള്ള ഉടുപ്പ് തയ്യാറായിരിക്കും. അതായത് ഒരു സ്മോള്, ഒരു മീഡിയം, ഒരു ലാർജ്. അപ്പൊ അതില് ഏതെങ്കിലും ഒരു സൈസിലുള്ള ഒരാളായിരിക്കും അദ്ദേഹത്തിന് അത് ചേരാത്ത ഒരു ഉടുപ്പ്, കൃത്യമായ അളവെടുത്തിട്ടില്ലാത്ത ഒരു ഉടുപ്പ് ഇട്ടും കൊണ്ടാണ് മാർപ്പാപ്പ ആദ്യം അവിടെ പരസ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം അളവെടുത്തുള്ള കൃത്യമായി ഫിറ്റ് ചെയ്യുന്ന ഒരു ഉടുപ്പുമായിട്ട് വരുന്നത്. അദ്ദേഹം പുതിയ ഉടുപ്പൊക്കെ ധരിപ്പിക്കാനായിട്ടൊന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ആ സാധാരണ ഉടുപ്പ് തന്നെ അവിടെ വേറൊരു ഉടുപ്പൊക്കെ അവർ ധരിപ്പിച്ചു. സ്വർണ്ണ
കുരിശൊക്കെ ഇടാനായിട്ടൊക്കെ പറഞ്ഞിട്ട് വേണ്ട, ഇത് മതി, എന്റെ എപ്പിസ്കോപ്പൽ അത് തന്നെ റിങ്ങും എല്ലാം അദ്ദേഹം അതെടുത്ത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബൊനസേര എന്ന് പറഞ്ഞതോടുകൂടി ഗ്രൗണ്ടിനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ അദ്ദേഹം കയ്യിലെടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു സോറി, പ്ലീസ് എന്നൊക്കെയുള്ള വാചകങ്ങളാണ് ആ ചെറിയ ഇതുകൊണ്ട് ലോകത്തെ നമുക്ക് നമ്മുടെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. സോറി പറയാൻ അദ്ദേഹത്തിന് ഒരു വിഷമമില്ലായിരുന്നു. എപ്പോൾ തെറ്റിപ്പോയാലും അത് സോറി. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴ് അദ്ദേഹം ആദ്യം ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് പോയിട്ട് കർദിനാൾ സ്കോളയെ ആലിംഗനം ചെയ്തു. കാരണം അദ്ദേഹം ആയിരിക്കുമെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ടായിരുന്നു. ആ ആലിംഗനം ചെയ്തതിന് ശേഷം അദ്ദേഹം ആ ഹാളിൽ തന്നെ വീൽ ചെയറിലിരുന്ന നമ്മുടെ ഇന്ത്യക്കാരനായ കർദിനാൾ ഐവൻ ഡയസിന്റെ അടുത്തേക്ക് അദ്ദേഹം പോകുമ്പോൾ ഈ ഉടുപ്പിൽ തട്ടി അദ്ദേഹം വീഴാൻ പോയി. അപ്പോൾ അദ്ദേഹം എഴുതുകയാണ്, മൈ ഫസ്റ്റ് പൊന്റിഫിക്കൽ ആക്ട് വാസ് ടു സ്റ്റംബിൾ, അതായത് വീഴാൻ പോകുന്ന ഒരവസ്ഥ. ആ ഒരു ബോധം, ഞാനൊരു പാപിയാണ്, വീഴ്ച സംഭവിക്കാം, അപ്പോ എന്നാല് കർത്താവ് സഹായിക്കും. റിലൈയിങ് ഓൺ ഹിസ് പേഷ്യൻസ് ആൻഡ് ഹിസ് മേഴ്സി, ഐ അക്സെപ്റ്റ് ദിസ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്. പിന്നെ അപാരമായ ധൈര്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. കാരണം ഈ യാഥാസ്ഥിതികർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഇങ്ങനെ ഒരു ഓപ്പണിങ് സഭയ്ക്ക് ലോകത്തോട് എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന ആളാര് എന്നൊരു ഉത്കണ്ഠയൊന്നും നമുക്ക് വേണ്ട. വരാൻ പോകുന്ന ആള് ഇത് തുടരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം സഭ ദൈവത്തിൻ്റെതാണ്, കർത്താവിൻ്റെതാണ്. സഭയ്ക്ക് ഓരോരോ കാലത്ത് വേണ്ടത് കർത്താവ് പ്രൊവൈഡ് ചെയ്യും എന്നത് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ആർക്കും ഇദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങൾ അങ്ങോട്ട് തിരിച്ചങ്ങ് വെച്ചിട്ട് വിപരീതമൊന്നും ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം എപ്പോഴും ഫ്യൂച്ചർ എന്ന് പറയുന്ന ഭാവി എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ ഇടയിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പിൽഗ്രിം, അപ്പൊ എന്താണ് കർത്താവ് അദ്ദേഹത്തിന്റെ വാക്യം തന്നെ ഓർക്കുക. മത്തായിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്താണ് പിന്നെ മിസറാന്തോ ആത്വേ സ്പെരാ പിന്നെ ആൻഡ് ഓൾസോ, ഞാൻ പെട്ടെന്ന് വിട്ടുപോകുന്നു, അസ്പെരാന്തോ. കാരുണ്യം, അതായത് അദ്ദേഹത്തിന് അലിവ് തോന്നി, മേഴ്സിയിങ് ആൻഡ് ചൂസിങ് ആൻഡ് എലിജെന്തോ, മിസറാന്തോ എലിജെന്തോ, കാരുണ്യം തോന്നിയിട്ട് തെരഞ്ഞെടുത്തു. അപ്പോ ദൈവത്തിന്റെ കരുണ ആദ്യം തന്നെ എന്റെ മേൽ ചൊരിഞ്ഞിട്ടുള്ളത് കൊണ്ട് അതേ കരുണ നമ്മുടെ എല്ലാവർക്കും കൊടുക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹം സഭയുടെ കാര്യം പറയുമ്പോൾ സഭ ഒരു കസ്റ്റംസ് ഹൗസ് ആണ് എന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല. സഭ എന്ന് പറയുന്നത് ഓപ്പൺ ഹൗസ് ഓഫ് ദ ഫാദർ. അപ്പൊ ആർക്കും കടന്നു വരാവുന്ന ഒരു ഹൗസാണ് സഭ എന്ന് വളരെ ഭംഗിയായിട്ട് അതിർത്തികളെ കുറിച്ചാണ്, പെരിഫറിയെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചത്. സെന്റർ അല്ല, പെരിഫറിയിൽ നിന്നാണ് യാഥാർത്ഥ്യങ്ങളെ നേരിട്ടറിയാനായിട്ട് എല്ലാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സഭ ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ അല്ല, വിദഗ്ധരെല്ലാം ഉണ്ടാവും, അവിടെ ആൾക്കാർ വന്ന് ചികിത്സ തേടി പോകുന്നു. സഭ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഹോസ്പിറ്റലാണ്. യുദ്ധമുന്നണിയിലും അവിടെ ഒക്കെ പരിക്കേറ്റ് കിടക്കുന്നവർ അന്വേഷിച്ചെത്തുന്ന സഭ, കാത്തിരിക്കുന്ന ഒരു സഭയല്ല. ഇന്നത്തെ അജപാന രീതിയിൽ മിത്രാന്മാർക്കും അച്ഛന്മാർക്കും എല്ലാം സ്വീകാര്യമായ ഒരു കാര്യമാണ് ആ ഫീൽഡ് ഹോസ്പിറ്റൽ ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിന്റെ ആ ഉപമ. ഇങ്ങനെ ഓരോ വാക്കും ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന പ്രിസിഷനും, അദ്ദേഹത്തിന് എനിക്കിഷ്ടമാകുന്നതിന്റെ കാര്യം സ്പോർട്സ്, സാഹിത്യം, സിനിമ, എന്തിനകത്തുനിന്നും അദ്ദേഹം ഉദാഹരണങ്ങൾ കണ്ടെത്തുകയും നന്നായിട്ട് കോട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. കാരണം അത്രയ്ക്ക് ഹൃദയവിശാലതയോടുകൂടി ലോകത്തിലേക്ക് തുറന്ന കണ്ണുകള്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു വശത്തുകൂടെ ഒരു കാത് ദൈവവചനം കേൾക്കാൻ, മറ്റേ കാത് മനുഷ്യരെന്ത് പറയുന്നു എന്ന് കേൾക്കാനായിട്ട് തുറന്നിരിക്കുന്ന. അപ്പൊ ഹൃദയം കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. ബുദ്ധി പറയുന്ന പല കാര്യങ്ങളും
ഹൃദയം ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷെ അപ്പൊ ഹൃദയത്തിന്റെ വഴിയെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്ന്. അപ്പോ ഇന്ന് വരെ പരിചയം ഇല്ലാത്ത കാര്യങ്ങൾ, വനിതാ പൗരോഹിത്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം അതൊന്നും ചെയ്തില്ല. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് എന്താ നിങ്ങൾ വിഷമിക്കുന്നത് എന്നേ അദ്ദേഹം ചോദിച്ചിട്ടുള്ളൂ. മറ്റു കാര്യങ്ങളും സഭയിലെ കൂതാശയായ വിവാഹം, അതിന്റെ ആ യൂണിറ്റി ആൻഡ് ഇൻഡിസൊലൂബിലിറ്റി, അതിനെയൊന്നും അദ്ദേഹം സംശയിച്ചിട്ടില്ല. അത് കർശനമായിട്ട് അതുമേൽ പിടിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം വിചാരം. അതേ സമയത്ത് തന്നെ അല്പസ്വല്പം വ്യത്യാസത്തോടുകൂടി ഇരിക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കാനായിട്ട്, കാരണം ഇവരും ദൈവത്തിന്റെ മക്കളാണ്, അല്ലാതെ ഒരു ലെസർ ഗോഡിന്റെ മക്കളാണ് ഇവര് എന്ന് ആരും ധരിക്കരുത്. അവരെയൊക്കെ മനസ്സിലാക്കാനായിട്ട്, ആരെയും മനസ്സിലാക്കാനും അവരിലേക്ക് ഒരു ചായ്വ്, അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ചായ്വ്, അല്ലാതെ പറയുന്നതെല്ലാം അതേപടി ചെയ്തു കൊടുക്കുക. ചിന്തകള് എന്തുകൊണ്ടാണ് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോ ഇന്ന് വളരെ ഞാനൊക്കെ പഠിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ കോജിത്തോ എർഗോ സും എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു, അതിനാൽ ഞാനുണ്ട് എന്ന്. ഇന്ന് കാര്യങ്ങളൊക്കെ മാറിയിട്ട് അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ മനുഷ്യര് പോകുന്നത് എങ്ങനെയാണ്? ഐ ക്യാൻ ഹേർട്ട് ദെയർഫോർ ഐ ആം എന്ന രീതിയിലാണ് മനുഷ്യര് ചിന്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അതായത് എനിക്ക് നിന്നെ മുറിപ്പെടുത്താൻ കഴിയും, അതുകൊണ്ട് ഞാനുണ്ട് എന്ന്. ഭയപ്പെടുത്തി വരുതിയിലാക്കാനായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഓർക്കണം. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല, ഇടതുപക്ഷാനുഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് സ്റ്റോളൻ അവർ ഫ്ലാഗ്, കാര്യം പൂർ ആർ ക്രൈസ്റ്റ് ഫ്ലാഗ്, നമുക്കത് വീണ്ടെടുക്കണം. ഇടതുപക്ഷ മനോഭാവം സ്വീകരിക്കാനായിട്ട് അദ്ദേഹം റാഡിക്കലായിരുന്നു, പൊളിറ്റിക്കലി റെസ്റ്റ്ലെസ് ആയിരുന്നു. അദ്ദേഹം തന്നെ എഴുതുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചെന്നാൽ പെറോണിന്റെ ആ പരിഷ്കാരങ്ങളും അതിന്റെ ദോഷഫലങ്ങളും ഇതെല്ലാം അദ്ദേഹം 37 വയസ്സിൽ അദ്ദേഹം പ്രൊവിൻഷ്യൽ ആകുമ്പോൾ അദ്ദേഹം എത്ര കൃത്യമായിട്ട് ഞാനിതിന് എന്ത് ചെയ്യുമെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു. പക്ഷെ എല്ലാവരെയും സ്വീകരിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി, എല്ലാ അറിവും. അപ്പൊ അതൊക്കെ ഇത് ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. വല്ലാത്ത നഷ്ടമാണ് നമുക്ക് വന്നിരിക്കുന്നത്, നമുക്കല്ല ലോകത്തിന് തന്നെ. അപ്പോ അദ്ദേഹം ഈ ലോകം മുഴുവൻ ഇത്രയും ഒരു മാർപ്പാപ്പ മരിച്ചിട്ട് ഇത്രയും കാര്യങ്ങള് ജനത്തിന്റെ കാര്യങ്ങളൊക്കെ അതാണ് ഇപ്പൊ നടക്കുന്നത്. ഓക്കെ പിതാവേ, ഒപ്പം പിതാവിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള ഒരു വ്യക്തിപരമായ അനുഭവം നേരിട്ട് കണ്ടപ്പോഴും പിതാവുമായുള്ള ഒരു സംഭാഷണവും ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അതായത് ഞാനവിടെ സാന്ത മാർത്തായിൽ കഴിഞ്ഞു എന്നറിയാമല്ലോ. അപ്പൊ ഞങ്ങള് എല്ലാരും കൂടെ ഒരു ഓഡിയൻസിന് കൊണ്ടുപോയപ്പോ ഞാന് അവിടെ ചെല്ലുമ്പോ എല്ലാ സീറ്റും ഓക്യുപ്പൈഡ് ആയിപ്പോയി. ഞാൻ ഓടിയെത്തിയില്ല, ഞാൻ നിൽക്കുകയായിരുന്നു. മാർപ്പാപ്പ ആയിരിക്കണം ആരെയോ വിളിച്ചിട്ട് ഞങ്ങള് നിൽക്കുന്നവർ രണ്ടുപേര് മുന്നോട്ട് വെട്ടി. അപ്പൊ മാർപ്പാപ്പയുടെ തൊട്ട് ചേർന്നാണ് എനിക്ക് ഇരിക്കാനായിട്ട്. അതുകൊണ്ട് ചേർന്നിരുന്ന ആ ഇടതുവശത്തുനിന്ന് ഞാൻ ഒരിക്കലും ആ മീറ്റിംഗ് തീരും വരെ മാറിക്കൊടുക്കാതെ അവിടെ ഇരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, രാവിലെ മുതൽ ഈ മനുഷ്യരെല്ലാം കാണുമ്പോ ഒരിക്കലും ടയേർഡാകാതെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, മനുഷ്യരോടൊത്ത് ആയിരിക്കുമ്പോഴാണ് എൻ്റെ സന്തോഷം എന്ന്. അപ്പോ ഞാനൊക്കെ പെട്ടെന്ന് ടയേർഡാകുന്ന ഒരു സ്വഭാവത്തിലുള്ള എന്നെ സംബന്ധിച്ച് അത് വലിയ ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് എപ്പോഴും ഓർത്തിരിക്കാവുന്ന ഒരു മാതൃകയായിരുന്നു അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം ഇതെല്ലാം ചെയ്തിട്ട് അപ്പൊ ആ ഉറങ്ങുന്ന സെന്റ് ജോസഫിനെ ഒക്കെ വെച്ചും കൊണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ വെക്കുകയും രാവിലെ വരുമ്പോ ഉത്തരം കിട്ടുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങള്, ഞാനൊരു ജോസഫാണല്ലോ. അപ്പോ എനിക്ക് രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം നിറയുന്നുവെന്ന് സങ്കീർത്തകൻ പറഞ്ഞത് അത്ര കൃത്യമായിട്ട് അദ്ദേഹം പാലിക്കുന്നുണ്ട് എന്ന് കണ്ടിട്ടുള്ളവർക്കും അദ്ദേഹം ഹൃദയത്തെ സ്പർശിച്ചാണ് വിടുന്നത്. മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് അത്. എന്തായാലും അത് ആ ഓർമ്മ എന്നും നിലനിൽക്കും. ആ പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. അദ്ദേഹം മജോരയിലെ
അപ്പൊ ആ പള്ളി എനിക്കും പ്രിയപ്പെട്ടതാണ്. ഞാനിവിടെ എന്ത് കാര്യത്തിന് പോകുന്നതിന് മുമ്പും ഇവിടെ മാതാവിന്റെ പള്ളിയിൽ പോയിട്ട് അത് പറഞ്ഞിട്ട് പോകും. തിരിച്ചു വരുമ്പോഴും എൻ്റെ മുറിയിൽ ഞാൻ പുറത്തിറങ്ങുമ്പോഴും തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതാണെന്ന് പറയുന്നില്ല. എൻ്റെ ഇത് ഒരു ഇമേജ് ഇത് കാണുമ്പോൾ പിന്നെ അദ്ദേഹം പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് വെറുതെ വന്നതാണ്. പക്ഷെ അദ്ദേഹം രാജിവെക്കുമെന്നൊക്കെ എല്ലാവരും കരുതി. അപ്പൊ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, കുരിശിൽ നിന്ന് രാജിവെക്കാനായിട്ട് ദർ ഈസ് നോ റെസിഗ്നേഷൻ ഫ്രം ദ ക്രോസ്, അത് വഹിക്കുക തന്നെ വേണം. അത് അദ്ദേഹം ചെയ്തു, ധൈര്യമായിട്ട് ചെയ്തു. ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. അദ്ദേഹം ചെയ്യാവുന്നതിന്റെ അതിന്റെ അപ്പുറത്തുണ്ട്. സഭയ്ക്ക് ഭാവിയിലേക്ക് പോകാനുള്ള ദിശ കാണിച്ചു തന്നിട്ടുണ്ട്, എനിക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും. പിതാവ് പറഞ്ഞ വാക്ക് എത്ര അർത്ഥവത്തമാണല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ, കുരിശിൽ നിന്ന് ഒരിക്കലും ഒരു രാജി ഇല്ലല്ലോ എന്നുള്ളത്. പലപ്പോഴും ബെനഡിക്ട് മാർപ്പാപ്പയുടെ മരണശേഷം പലരും പറഞ്ഞു അദ്ദേഹം രാജിവെക്കുമെന്നുള്ളത് പറഞ്ഞിരുന്നു. കാരണം അനാരോഗ്യമാണ്, വീൽ ചെയറിലാണ്, അദ്ദേഹം രാജിവെക്കും, ബെനഡിക്ട് മാർപ്പാപ്പ ഉള്ളതുകൊണ്ടാണ് രാജിവെക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം രാജിവെച്ചില്ല എന്നതല്ല. പിതാവ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. പിതാവ് ചോദിച്ചപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, മനുഷ്യരുടെ കൂടെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം കുറച്ചും കൂടി നീട്ടിയ പോലെ തോന്നി ഈസ്റ്റർ ദിവസത്തിലുള്ള ആ ഒരു സന്ദർശനം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒട്ടും വയ്യാഞ്ഞിട്ട് പോലും, ഭയങ്കര ആരോഗ്യാവസ്ഥയിലായിരുന്നിട്ട് പോലും ആ ജനങ്ങളുടെ ഇടയിലേക്ക് ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ച് ഇറങ്ങാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അത് ചെയ്യാതിരുന്നെങ്കിൽ കുറച്ച് ദിവസം കൂടെ അദ്ദേഹം ജീവിക്കുമായിരുന്നു. പക്ഷെ അതല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ മരിക്കാൻ ആയിട്ടുണ്ട്, എല്ലാം കർത്താവിന് സമർപ്പിച്ചിട്ട് എനിക്ക് അപേക്ഷിക്കാനുള്ള ഇതാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. അദ്ദേഹം അന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് തലകുനിച്ചിട്ട് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് അവര് അനുഗ്രഹിച്ചത്. അപ്പോ അത് വലിയ ഒരു എളിമയുടെ മാതൃകയാണ്. അനുകരിക്കാനൊക്കെ വളരെ പ്രയാസമാണ്, അറിയാം. എന്നാലും ഇങ്ങനെയുള്ള ഒരാളെ നമുക്ക് നേതാവായിട്ട് കിട്ടിയല്ലോ എന്നത് ദൈവത്തിന്റെ മുമ്പില് പിന്നെ എല്ലാവരും എല്ലാവരും ഓരോരോ തരത്തില് ജോൺ പോൾ ആറാമൻ മാർപ്പാപ്പ എത്ര സഹിച്ചതാണ്. പക്ഷെ അദ്ദേഹം എന്തൊരു വിശുദ്ധനായ ഒരാളായിരുന്നു. ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ എലിയ ഇലുസ്ട്രീസിമി എന്ന് പറയുന്ന പുസ്തകവും അദ്ദേഹത്തിന് കർത്താവിന് ഒരു എഴുത്തെഴുതുന്ന ആ രീതിയും എല്ലാം, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉടനെ പോയി. പിന്നെ ജോൺ പോൾ രണ്ടാമൻ വന്നു. ഇവരൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇനി വരുന്ന ആൾ എന്ത് ചെയ്യും, എന്തൊക്കെ എന്ന്. പക്ഷെ എല്ലാവരും ചെയ്യും. കാര്യം ഇത് സഭ കർത്താവിൻ്റെതാണ്, കർത്താവ് ഉപേക്ഷിക്കില്ല. നമുക്ക് ഭാവിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചെന്നാൽ ഭാവിയെ കുറിച്ചാണ് എപ്പോഴും. വിത്തിന്റെ കാര്യം എപ്പോഴും ഓർക്കുമ്പോ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, സുവിശേഷത്തില് വായിക്കുന്നത്, കണ്ണീരോടെ വിതയ്ക്കുന്നവൻ കറ്റയും ചുവന്ന് സന്തോഷത്തോടെ പോകുന്നു. എന്നിട്ട് വിളവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് വിതയ്ക്കാൻ വിത്തും ആഹരിക്കാനായിട്ടുള്ള സാധനമാണ് ആ വിള എന്ന് പറയുന്നത്. ആദ്യം ചിന്തിക്കുന്നത് വിതയ്ക്കാൻ വിത്ത്, ഭാവിയെക്കുറിച്ചുള്ള കരുതലാണ്. ഭാവിയാണ് നമ്മള്. ആ ഭാവിയിലേക്ക് അദ്ദേഹം നമ്മളെ ഇപ്പൊ തന്നെ ചവിട്ടി ഒരു ഭാവിയിലേക്ക് എടുത്ത് വെപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകും, നമുക്കൊന്നും സംഭവിക്കില്ല. കർത്താവിന്റെ അനുഗ്രഹം ഉള്ള ഒരു സഭയാണ് ഇത്. എത്രയെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പൊ എന്താണ് ഒരു സ്വന്തമായിട്ടുള്ള ഒരു അനുഭവങ്ങള്, ഒരു പിന്നെന്താണ്, ഏത് സമൂഹത്തിലും ഏത് യുദ്ധമുണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരിക എല്ലായ്പ്പോഴും. അതുകൊണ്ടാണ് ഈ രണ്ടു കൂട്ടരോടും അദ്ദേഹത്തിനുണ്ടായ പ്രത്യേക സ്നേഹം, സ്ത്രീകളോടും കുട്ടികളോടും. അതുകൊണ്ട് സ്ത്രീകളോട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉപദ്രവകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹം കൃത്യമായിട്ട് എതിർത്തു. പിന്നെ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം ഒരെണ്ണാണെങ്കിൽ സംഭവിച്ചെങ്കിലും സഭ മുഴുവൻ ഉത്തരവാദിയാണ്, ഞാൻ മാപ്പപേക്ഷിക്കുന്നു, എന്നും സഭയുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോ നമുക്ക് എന്താ, ഇങ്ങനെ ഒരാളെ നമുക്ക് കിട്ടിയല്ലോ, ഞങ്ങളെ കർത്താവ് ഇങ്ങനെ ഒരാൾ തന്നെ അനുഗ്രഹിച്ചല്ലോ എന്ന് പറയാനല്ലാതെ മറ്റൊന്നുമില്ല. മാതാവ് അദ്ദേഹത്തെ കാക്കും. ക്രിസ്ത്യാനികളുടെ സഹായമേ അതാണ്
സാളൂസ് എന്താണ് പിന്നെ ആ മാതാവിന് ആ മരിയമ്മ ജോരെ. അപ്പൊ അവിടെ ആയിട്ട് നല്ല പരിചയമുള്ള എനിക്ക് 5 വർഷം ഞാൻ അവിടെ എന്നും സ്റ്റോപ്പില് യൂണിവേഴ്സിറ്റി പോകുമ്പോൾ അവിടെ വന്ന് ഇറങ്ങുമ്പോൾ ആ മാതാവിനെ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പൊ അത് എനിക്ക് നല്ല ഓർമ്മയാണ്. അദ്ദേഹം അതുപോലെ തന്നെ അവിടെ വന്ന് അവിടെ വിലയം പ്രാപിച്ച് ഇനി ഒരിക്കൽ ഉണ്ടാകുമെന്നില്ല. എനിക്ക് അദ്ദേഹം ഇന്നിപ്പോ വിഷമമില്ല. കാരണം ഈ ഞാൻ ടി വിയിൽ പരമാവധി കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഞാൻ കൂടുതൽ എന്താണ് പിന്നെ ഈ ടി വി നമ്മുടെ ടി വികളൊക്കെ കണ്ട് അപ്പൊ എനിക്ക് ഇതൊക്കെ സൈനികളായിട്ട് തന്ന എൻ്റെ അച്ഛന് ഞാൻ എനിക്ക് ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ സാധിച്ചത് വലിയ ഒരു കാര്യമാണ്. നിങ്ങളുടെ കാര്യം നന്നായിട്ട് നടക്കട്ടെ, വിശ്വാസികളിൽ എത്തിക്കുക, ലോകത്തിൽ മുഴുവൻ എത്തിക്കുക. ഗുഡ്നസ് പിന്നെ അതാണല്ലോ നമ്മുടെ ആ ഡിവൈനായിട്ടും നല്ല പിതാവേ, പിതാവിൻ്റെ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് പിതാവ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്തു. പിതാവിന് പേഴ്സണലായിട്ട് അനുഭവിച്ച അല്ലെങ്കിൽ പിതാവ് അടുത്തറിഞ്ഞ ആ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഞങ്ങളുടെ ഗുഡ്നസ് TV പ്രേക്ഷകരുമായി അങ്ങ് പങ്കുവച്ചു.